യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. യേശുക്രിസ്തുവിനെ ഒരു മതചിന്തകനായിട്ട് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കാം. യേശുക്രിസ്തുവിനെ സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. യേശുക്രിസ്തുവിനെ ധാർമ്മികതയുടെ ഉപജ്ഞാതാവായി നിങ്ങൾ കരുതിയിരിക്കാം. പല നിലകളിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. കേവലം ഒരു പ്രവാചകനായി കാണുന്നവരും യേശുക്രിസ്തുവിനെ അങ്ങനെ കാണുന്നവരുമുണ്ട്. അതിനെയൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ആരും പറയാത്ത നിലയിലുള്ള ഏറ്റവും പ്രസക്തമായ പ്രവചനങ്ങൾ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത് കൊണ്ട് യേശുക്രിസ്തു പ്രവാചകൻ തന്നെയാണ്. മറ്റാരും പറയാത്ത നിലയിലുള്ള സാമൂഹ്യതയെ പരിഷ്കരിക്കുന്ന രീതിയിലുള്ള ചിന്തകൾ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത് കൊണ്ട് യേശുക്രിസ്തു ആ നിലയിൽ സാമൂഹ്യ പരിഷ്കർത്താവ് തന്നെയാണ്. ഉച്ചനീചത്വങ്ങൾക്കെതിരെ പോരാടിയ, തന്റെ കാലത്തുണ്ടായിരുന്ന വിവേചനങ്ങൾക്കെതിരെ പോരാടിയ, മനുഷ്യരെ ചേർത്ത് നിർത്തിയ, മനുഷ്യരെ ഒരുമിച്ച് നിർത്തിയ, താണവനെന്നും ഉയർന്നവനെന്നും ഭേദമില്ലാതെ, സ്ത്രീയെന്നും പുരുഷനെന്നും ഭേദമില്ലാതെ ചേർത്ത് നിർത്തിയ യേശുക്രിസ്തു സാമൂഹ്യ പരിഷ്കർത്താവ് തന്നെയാണ്. ആരും പറയാത്ത തത്വചിന്തകൾ യേശു പറഞ്ഞിട്ടുണ്ട്. വസ്ത്രമെടുക്കുന്നവന് പുതപ്പം കൂടി വിട്ടുകൊടുക്കാൻ യേശു പറഞ്ഞിട്ടുണ്ട്. ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാട്ടിക്കൊടുക്കരുതെന്ന് പറഞ്ഞതിലൂടെ തിന്മയെ നന്മയാലാണ് ജയിക്കേണ്ടത്. തിന്മയെ തിന്മ കൊണ്ടല്ല, വാളിനെ വാളുകൊണ്ടല്ല, വാളിന് പകരം ബോംബല്ല എടുക്കേണ്ടത്, തോക്കല്ല എടുക്കേണ്ടത്. വാളിനെയും തോക്കിനെയും ബോംബിനെയും ജയിക്കേണ്ടത് സ്നേഹം കൊണ്ടാണെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഒരിക്കൽ പറഞ്ഞത് എങ്ങനെയാണ്? ഞാനും സീസറും ചാർലിമൈനും ഒക്കെ വാളുകൊണ്ടും ബോംബ് കൊണ്ടും തോക്ക് കൊണ്ടും ഒക്കെ സാമ്രാജ്യങ്ങൾ തീർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അന്നത്തെ ഭാഷയിലാണ് അത് പറഞ്ഞത്. എന്നാൽ യേശുക്രിസ്തു ഒരു സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുണ്ട്. അത് സ്നേഹത്തിന്റെ സാമ്രാജ്യമാണ്. ആ സ്നേഹത്തിന്റെ സാമ്രാജ്യം ഇന്നും തകരാതെ നിവർന്നു നിൽക്കുന്നതിന്റെ കാരണം യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് തീർന്നുപോയ ഒരു വ്യക്തി പ്രഭാവമല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ജീവിച്ചുപോയ, നമ്മുടെ മണ്ണിൽ കടന്നുപോയ, വീരചരിത്രങ്ങൾ എഴുതിയ ഒരുപാട് മഹാരഥന്മാരുണ്ട്. അവരെല്ലാം കഴിഞ്ഞുപോയി, മണ്ണിൽ ഒടുങ്ങിപ്പോയി, മരിച്ചുപോയി. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അങ്ങനെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തു കേവലം ഒരു മതപ്രഭാഷണ വിഷയം മാത്രം ഞങ്ങൾക്കായിരിക്കാതെ ഞങ്ങൾ ഇന്ന് നിങ്ങളോട് വിളിച്ചു പറയുവാനുള്ള കാരണം, നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾ കടന്നു പോകുന്ന ധാർമ്മിക പ്രതിസന്ധിയിൽ നിന്ന്, ലഹരി പോലുള്ള അത്യാപത്തുകളിൽ നിന്ന് യേശുക്രിസ്തു നിങ്ങളെ വിമോചിപ്പിക്കും. യേശുക്രിസ്തു ആ നിലയിൽ വിമോചകനാണ്.